ആദ്യം പോകുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ബീഹാർ സ്വദേശികളുടെ 2 വയസ്സുകാരിയായ മകളെ കാണാതായിട്ട് ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കുഞ്ഞിന്റെ സഹോദരങ്ങളുടെ മൊഴി പ്രകാരമുള്ള മഞ്ഞ സ്കൂട്ടർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാതാപിതാക്കളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുടുംബത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. പോലീസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. കുഞ്ഞിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. തിരുവനന്തപുരവും കൊല്ലവും കന്യാകുമാരിയും കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന തുടരുന്നു. അന്വേഷണത്തിന് കന്യാകുമാരി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, മണിക്കൂർ 12 പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 2 വയസ്സ് ഉള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ കാണാതാകുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കുള്ള ദുഃഖം നമുക്കെല്ലാവർക്കും ആ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്. കുഞ്ഞിന് ഒരു പരുക്കുമേൽക്കാതെ കിട്ടുമോ എന്നുള്ളത് തന്നെ, അങ്ങനെ കിട്ടണം എന്ന പ്രതീക്ഷയുമുണ്ട്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്താണ് സലിം? സ്മിത, ഇപ്പോൾ കുട്ടി കാണാതെ പോയി പരിശോധന ആരംഭിച്ചിട്ട് 12 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോഴും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് താനും. അതിൽ പിടിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. പ്രധാനമായും CCTV-കൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തെ CCTV-കൾ അതിൽ ഇന്നലെ രാത്രി 9:50 മുതൽ കടന്നുപോയ ഒരു 12 മണി വരെ സമയത്ത് കടന്നുപോയിരിക്കുന്ന വാഹനങ്ങളെല്ലാം കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു മഞ്ഞ സ്കൂട്ടർ, ആ മഞ്ഞ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം CCTV-യിൽ അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടർ ഇല്ല. മാത്രമല്ല അത്തരത്തിലൊരു മഞ്ഞ സ്കൂട്ടർ അത് ഒരു കെട്ടുകഥയാണ് എന്നുള്ള നിലയിലേക്ക് തന്നെ പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഈ CCTV പെടാത്ത ഏതെങ്കിലും പ്രദേശത്തേക്ക് കുട്ടികൾ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഈ സ്ഥലം, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഓൾ സയൻസ് ജംഗ്ഷനിലാണ്. അത് കൃത്യമായി പേട്ടയല്ല. നഗരത്തിൽ ഈ പേട്ടയിൽ നിന്ന് ശംഖുമുഖം റോഡിലേക്ക് കയറുന്ന ഈ വിമാനത്താവളം തൊട്ടടുത്തുള്ള ഇന്റർനാഷണൽ വിമാനത്താവളം, ഇതിനപ്പുറത്ത് ഡൊമസ്റ്റിക് വിമാനത്താവളം, ആ നിലയിലുള്ള ഒരു കേന്ദ്രമാണ്. ഒരു ഭൂമിശാസ്ത്രപരമായി തന്നെ ആ നിലയിൽ ഇവിടെ ഈ സ്ഥലത്തേക്ക്, ഈ കൃത്യമായ സ്ഥലത്തേക്ക് എത്തിയാൽ CCTV-യുടെ കണ്ണിൽ പെടാതെ തന്നെ ഒരുപക്ഷെ സംസ്ഥാനം പോലും കടത്താൻ കഴിയുന്ന നിലയിലുള്ള സംവിധാനമുണ്ട്. കാരണം തൊട്ടപ്പുറത്തൊരു റെയിൽവേ പാളമുണ്ട്. അതുവഴി അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് അതൊരു തട്ടിക്കൊണ്ടുപോകലാണ് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ആ നിലയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയുള്ളൂ. പോലീസ് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വ്യാപക പരിശോധന, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും പരിശോധന, അതിനോടൊപ്പം തന്നെ കന്യാകുമാരിയിലും പരിശോധന എന്ന നിലയിലേക്ക് പോലീസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇതൊരു തട്ടിക്കൊണ്ടുപോകലല്ല എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഈ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ മറയ്ക്കുന്നത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. കാരണം ഈ പ്രധാനമായും പോലീസിന് സംശയം തോന്നാൻ ഉണ്ടായ സാഹചര്യം അത് ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ്. അത് ആദ്യം ഇവർ പറഞ്ഞ മൊഴി പ്രകാരമാണെങ്കിൽ ഇന്നലെ 9 മണിയോടുകൂടി ഇവർ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഈ പ്രദേശത്ത്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പ്രദേശത്ത് കൊതുകുവലയ്ക്ക് ഉള്ളിൽ കുട്ടിയെ ഉറക്കാൻ കിടത്തി. അതിനുശേഷം 12 മണിയോടുകൂടി പിതാവ് ഉണർന്നു നോക്കുമ്പോൾ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യ മൊഴി അങ്ങനെയായിരുന്നില്ല. ആദ്യ മൊഴിയിൽ പറഞ്ഞിരുന്നത് ഈ കുട്ടിയുടെ സഹോദരൻ, ഇവർക്ക് 4 സഹോദരങ്ങളാണ് ഉള്ളത് മൊത്തത്തിൽ. അതിലെ കുട്ടിയുടെ സഹോദരൻ, ഈ മൂത്ത സഹോദരൻ ഒരു ചോക്ലേറ്റ് കൊടുത്ത ഒരാൾ കുട്ടിയെ കൊണ്ടുപോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞു. പിന്നീട് അത് തിരുത്തി. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു മൊഴി ഇവിടേക്ക് എത്തി? അങ്ങനെ ഒരാളുമില്ല, അങ്ങനെ ഒരു ചോക്ലേറ്റും കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലേക്ക് പോലീസ് പിന്നീട് എത്തി. അങ്ങനെയെങ്കിൽ അതെന്തിന് എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പിന്നീട് ഒരു മഞ്ഞ സ്കൂട്ടർ, ആ മഞ്ഞ സ്കൂട്ടർ കുട്ടി കണ്ടു എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ആദ്യം കണ്ടത് ആ കുട്ടിയാണെന്നും പിന്നീട് ആദ്യം കണ്ടത് അച്ഛനാണെന്നും അത് ഉൾപ്പെടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് വലിയ നിലയിൽ പോലീസിനെ സംശയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് കാര്യമായൊരു പരിശോധന നടത്തിയപ്പോൾ ഈ പ്രദേശത്തു കൂടി എങ്ങും ആ സമയത്തോ അതിനോടനുബന്ധിച്ച സമയങ്ങളിൽ ഒരു മഞ്ഞ സ്കൂട്ടർ പോയിട്ടില്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് പോലീസ് ആ സ്കൂട്ടറിനപ്പുറത്തേക്ക് ഒരു ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസം മുൻപ് ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു നാടോടി സംഘത്തിലെ ഒരാൾ ഇവിടുത്തെ ഈ സ്ത്രീ, കുട്ടിയുടെ ഈ കാണാതെ പോയ കുട്ടിയുടെ മാതാവിനെ കടന്നുപിടിക്കുകയും കുട്ടികൾ തന്നെ കല്ലെടുത്തെറിഞ്ഞോടിക്കുകയും ചെയ്തു എന്നുള്ളൊരു മൊഴി അതിനുശേഷം പോലീസിന് നൽകിയിട്ടുണ്ട്. എങ്ങനെയെങ്കിൽ ആ നിലയിലേക്കാണോ, അവരാണോ ഇതിന് പിന്നിൽ എന്നുള്ളതൊരു പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ആ നിലയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ നാടോടി സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക അതും പോലീസ് കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം വളരെ വർഷങ്ങളായി തന്നെ സ്ഥിരമായി കേരളത്തിലേക്ക് എത്തുന്നവരാണ് ഇവർ. തേൻ കച്ചവടക്കാരാണ്. ബീഹാറിൽ നിന്ന് തെലങ്കാനയിലേക്കും അവിടെ നിന്ന് ഇവിടേക്കും ഒക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ സമീപ ദിവസങ്ങളിലും ആ നിലയിൽ തന്നെ ഇവർ ഇവിടേക്ക് എത്തിയതാണ്.
അതിനുശേഷം ഇതേപോലത്തെ തന്നെ 5 സംഘങ്ങൾ തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ ഉള്ളതുമാണ്. അതുകൊണ്ട് ആ നിലയിൽ എന്തെങ്കിലുമുള്ളൊരു കുടിപ്പക ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ നിർണായകമായ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ കുട്ടി എവിടേക്ക് പോയി അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതേസമയം ഈ കേസിൽ ചില ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് അത് തന്നെയാണ് സലീം. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മൊഴിയിലൊക്കെ ചില ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. കാരണം ഇതൊന്നും ആരും ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ, ഉറങ്ങാൻ കിടക്കുന്നതും ഒക്കെ തന്നെ. പക്ഷേ ഇതിലുള്ള പ്രധാനപ്പെട്ട ചില വൈരുദ്ധ്യങ്ങൾ, അത് നേരത്തെ സലീം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂട്ടർ, അതും മഞ്ഞ സ്കൂട്ടർ എന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ അച്ഛനും കുഞ്ഞിൻ്റെ ഒരു സഹോദരൻ പറയുന്നതും തമ്മിലുള്ള മൊഴിയിലെ വൈരുദ്ധ്യം, ആ ചോക്ലേറ്റ് കൊടുത്തു എന്ന് പറയുന്നത്, അതൊക്കെ തന്നെ കുറച്ചൊരു വിശ്വസിക്കാൻ പ്രയാസമായ ചില മൊഴികളാകുന്നു. അതിലുണ്ടാകുന്ന വൈരുദ്ധ്യം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഈ 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാതായിട്ട് ഇത്ര സമയമാകുന്നു, ഇത് കണ്ടെത്താൻ ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്നു. അതിലേറെ നമ്മളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. സ്മിത, ഉറപ്പായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ അത്തരത്തിൽ ഈ മൊഴികൾ പറയുമ്പോൾ സ്വാഭാവികം നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയൊന്നുമല്ല. ഒരു സംഭവത്തെ വിശദീകരിക്കുമ്പോൾ അതിൽ സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു അത്തരത്തിലുള്ള മൊഴികൾ പോലീസ് ആ നിലയിൽ തന്നെ എടുക്കാറുമുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ ഗുരുതരമായ പിഴവുകൾ, ഈ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ, അത് ഗുരുതരമായി തന്നെ പോലീസ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇത്തരത്തിലൊരു കുട്ടിയെ, സ്വന്തം കുട്ടിയെ കാണാതെ പോയിട്ട് 2 ദിവസം മുൻപ് സമാനമായ സ്ഥലത്തൊരു സംഘർഷം നടന്നു, ഒരു പിടിച്ചുതള്ളുണ്ടായി എന്നുള്ള കാര്യം ഈ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞതേ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കിടന്ന് അതിനുശേഷം 12 മണിക്ക് ആ സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ കാണാതെ പോകുന്നു. 12 മണിയോടുകൂടി കണ്ടെത്തിയതിന് ഈ കുട്ടിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്വമേധയാ ഇവർ 1 മണിക്കൂർ പരിശോധന നടത്തിയെന്നാണ് പറയുന്നത്. ആ 1 മണിക്കൂർ സമയം നിർണായകമാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്നും പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 12 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയത്ത് ഇവിടെ പോലീസ് ഇല്ല. അതിനുശേഷമാണ് പോലീസ് എത്തുന്നത്. അതിനുശേഷം പോലീസ് അരിച്ചു പറക്കി. മാത്രമല്ല ഈ സ്ഥലത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നേരെ മുന്നിലേക്ക് നമുക്ക് പോയാൽ അവിടേക്ക് ഒരു കൊടും കാടാണ്, ഒരു കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. അവിടെ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനോ അവിടേക്ക് പോകാനോ എല്ലാ സാധ്യതകളുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ രാവിലെ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ച് പോലീസ് കാര്യമായ ഒരു പരിശോധന അവിടെ നടത്തിയതാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയതാണ്. പക്ഷേ ആ മേഖലയിലേക്ക് കുട്ടി പോയിട്ടില്ല. പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാം, ഇവിടെ നിന്ന് ഒരു 10 അടി നടന്നാൽ അതൊരു റെയിൽവേ പാളമാണ്. അവിടേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകാം. അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ കടത്താം. തെരച്ചിലുകൾ, ഓരോ രീതിയിലുള്ള തെരച്ചിലുകൾ, പരിശോധനകളെല്ലാം നടക്കുന്നു. കുഞ്ഞിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പോലീസ് നിർദ്ദേശിക്കുന്നു. തിരുവനന്തപുരവും കൊല്ലവും കന്യാകുമാരിയും കേന്ദ്രീകരിച്ചും വ്യാപകമായ പരിശോധന തുടരുന്നുണ്ട്. അന്വേഷണത്തിന് കന്യാകുമാരി പോലീസിന്റെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്നു തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നു. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.